ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഈദ് വ്ളോഗ് റിലീസാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിന് തൊട്ട് മുന്നേ ഉള്ള പെരുന്നാരാവ് കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മക്കളെ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പരിപാടികൾ. അങ്ങനെ പെരുന്നാളൊക്കെ അല്ലേ, ഒന്ന് കട്ടിങ് ഷേവിങ് ഒക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ വന്ന് പിടിച്ചത് സലൂണിലാണ്. സലൂണിൽ ചെന്ന് ഒന്ന് കളറൊക്കെ ചെയ്തൊന്ന് സെറ്റപ്പ് ആവാന്ന് ഓർത്ത്, പെരുന്നാളൊക്കെ അല്ലേ ഒന്ന് കളറായി അടിപൊളിയായി സ്റ്റൈലായി നിൽക്കാമെന്ന് ഓർത്തു ചെയ്തതാണ്. അങ്ങനെ ഞങ്ങളിത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഗായ്സ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാരാവ് കാഴ്ചകളാണെന്ന്. സോ മെഹന്തി ഇടാണ്. ഒരു 1 day ബിഫോറാണ് മെഹന്തി ഇടുന്നത്. ബിക്കോസ് എനിക്ക് ടൈം ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ ലോക്കായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീടാണ്. ഞാൻ ഉമ്മിനെ അബ്ബനെ വിളിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വന്നേക്കാണ്. ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോകും ഞങ്ങളെല്ലാവരും കൂടെ. സോ അതിന് മുന്നേ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ഈദാഘോഷം, അത് മനസ്സിൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. സോ ഉമ്മീനെ അബ്ബനെ വിളിച്ച് നേരെ എടപ്പാളിലേക്ക് പോകും. അപ്പോൾ ഈ കുട്ടികളാണ് എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണ്. നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്യും. ഇവരെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. പൂക്കാട്ടുപടി എറണാകുളം ഭാഗത്തുള്ള ആർക്കെങ്കിലും മെഹന്തി ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഗ്ലാസ് ആണ് കിട്ടിയത്. 6 ഗ്ലാസ്. ഇതിന്റെ ഡെക്കറേഷൻസിൽ നിങ്ങൾ കാണുന്നത് എന്റെ അടുക്കല്ലേ, ഞാൻ വെറും ശബ്ദം മാത്രം തരും. ഇതിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഈദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ എടപ്പാളിലേക്ക് പോകും. ഞങ്ങൾ ഈദ് സെലിബ്രേഷൻ എടപ്പാളിൽ നമ്മളെല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ പെരുന്നാരാവിന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. സാധാരണ ഞങ്ങൾ നേരത്തെ എടുക്കാറുണ്ട്. സോമിക്ക് അബ്ബാക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ സീമാസിൽ വന്നേക്കണേണ്. സീമാസ് പൂട്ടുന്ന ടൈമായി. എന്നാലും അവിടെ കുറച്ച് ഈ ഇതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഉമ്മിയുടെ ചുരിദാർ സെക്ഷനിലേക്ക് പോയി. മുന്നേയും ഹസയും അബ്ബയും കൂടെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. ടൈം ഉണ്ടായിരുന്നില്ല. സോ അത് കാരണം വേഗം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഏതാണ് ഉമ്മി എടുത്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ എല്ലാം കാണിക്കാം. എന്നിട്ട് ഇതിൽ ഉമ്മി സെലക്ട് ചെയ്ത ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ സീമാസം ഞങ്ങൾ ക്ലോസ് ചെയ്യിപ്പിച്ചു. തിരിച്ച് നേരെ ഇനി എടപ്പാളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണത്. അതായത് പെരുന്നാരാവിന് ഒരു വളയിടാൻ പോണൊരു പരിപാടിയുണ്ട് നമ്മളെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത്. അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. കമ്പൽ, മാല, വള, ചീപ്പ്, പൊട്ട്, ചാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫാൻസി ഷോപ്പിൽ വന്നേക്കാണ് എടപ്പാൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നാണ് ശരിക്കും പെരുന്നാരാവ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ അതൊക്കെ ഇറങ്ങി നേരെ വീട്ടിൽ പോയി. ഇതേ മോനെ പട്ടിഷാ. അപ്പോൾ ഹവാസിന് കാലിലൊന്നും കുറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഷ, ഫിനു അവർക്കൊക്കെ മെഹന്തി ഇടണം. അപ്പോൾ അവർക്കൊക്കെ ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം കുത്തിയിരുന്ന് എല്ലാവർക്കും മെഹന്തിയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ കാക്കയും പൂച്ചനെയൊക്കെ വരച്ചു കൊടുത്ത് സെറ്റാക്കി റെഡിയാക്കി
അങ്ങനെ ഞങ്ങളുടെ പെരുന്നാരാവിൻ്റെ ആഘോഷം ഇവിടെ തുടക്കം കുറിക്കുകയാണ് മക്കളെ, തുടക്കം കുറിക്കുകയാണ്. അപ്പോ ഈ പാതിരാത്രി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ എങ്ങനെയാ പോണത്? പടക്കം മേടിക്കാൻ പോണ്. നമ്മൾ പടക്കം വാങ്ങിക്കാൻ വേണ്ടി പടക്ക കടയിലേക്ക് പോവുകയാണ് ഗൈസ്. ഇന്ന് രാത്രി ഈദാണ്, അപ്പോൾ ഈദിന്റെ ഫുൾ വൈബാക്കാനുള്ള പരിപാടിയാണ്. ഗുണ്ട്, ഓലപ്പടക്കം, പിന്നെ കമ്പിത്തിരി, മത്താപ്പൂ, അങ്ങനെ സകല ഐറ്റംസ് നമ്മൾ ഇറക്കും. എന്നിട്ട് നമ്മൾ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അതിനകത്ത് ഭയങ്കര റഷായിരുന്നു, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. വെറൈറ്റി ഐറ്റംസ് ഒക്കെ കമോണ്. പേടിക്കണ്ട. അഫി എടാ നിർത്തറ കുട്ടികള് പേടിക്കണ്ട. പേടിപ്പിച്ച് പറഞ്ഞു. എടുക്കനാണ്. അങ്ങനെ ഞങ്ങളുടെ ഈദാഘോഷം ഒക്കെ തുടക്കം കുറിച്ച് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഈദ് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനിയും ഒരുപാട് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളൊരു ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ പറയണത്. സോ എൻജോയ് ആ വ്ലോഗ്. തീർന്നിട്ടില്ല, ആരും എങ്ങണിച്ച് പോയത്. ഫുഡ് കാണിച്ചു തരാം.
ഡെലിവറി ബോയ് എത്തി കഴിഞ്ഞിരിക്കുന്നു. മാമ പോയിക്കോ. ഈദിന്റെ തലേന്ന് ഉണ്ടാക്കണ തേങ്ങാച്ചോറ് പിന്നെ പത്തിരി. ഇതിന്റെ തലേന്നല്ല, ഇത് ഈ ഒരു സംഭവം ഈദിന്റെ തലയിൽ ഉണ്ടാക്കണേണ് തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മലപ്പുറം സ്പെഷ്യലാണ് ഈ സംഭവം. പിന്നെ പത്തിരി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, തേങ്ങ ചമ്മന്തി ഉണ്ട് അതിന് വേണ്ടിയിട്ട്, പിന്നെ പപ്പടവും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. തിരിയും ബീഫും കഴിക്കുന്നതാണ്. പറഞ്ഞോ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് ഞങ്ങളുടെ ചൂടാണ്. ചോറ് ചൂട് കറി. മലപ്പുറം സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റ, ബൈ ബൈ.